RFCയുടെ ഫൈനൽ സ്റ്റേജ് കാണാനായിട്ട് റൂമിൽ നിന്ന് ട്രാക്കിലോട്ട് പോണ വഴിയില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ വേൾഡിലെ ടഫസ്റ്റ് മൂന്നാമത്തെ ട്രാക്കും ഇന്ത്യയിലെ ടഫസ്റ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ട്രാക്ക് പറഞ്ഞ ഇവൻ്റാണ് RFC. അപ്പോൾ ഈ RFCയിൽ തീരെ വളക്കൂറില്ലാത്ത സ്പോർട്സിന്, മോട്ടോർ സ്പോർട്സിന് തീരെ വളക്കൂറില്ലാത്ത മണ്ണാണ് പട്ടാമ്പി. അതിൽ നിന്നൊരു പട്ടാമ്പിക്കാരൻ പങ്കെടുക്കുന്നുണ്ട്. അത് അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. ആളെ ഞാൻ പരിചയപ്പെടുത്താം. എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ മോട്ടോർ സ്പോർട്സ് എന്ന് പറയുമ്പോഴേ വേറെന്തോ സംഭവമൊക്കെ ആയിട്ട് കാണുന്ന ആളുകളാണ്. ഇതിലൊന്നുമല്ല. കാരണം ഫിസിക്കലി മെൻ്റലി അത്രയും ഫിറ്റ്നസ്സും കാര്യങ്ങളും കീപ്പ് ചെയ്ത് ആ ഒരു സ്പോർട്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്ന ഒരു റൈഡർ എന്തോരം കഷ്ടതകൾ സഹിക്കുന്നുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ മാത്രം, ഓരോ റൈഡേഴ്സിനോട് ചോദിച്ചാലേ അറിയുള്ളൂ. പക്ഷേ അതിനെ വളരെ ലഘുവായിട്ട് പലരും പല ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ തീരെ പ്രോത്സാഹനം കൊടുക്കാത്ത ടൈപ്പൊക്കെയാണ് നമ്മുടെ നാട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പോർട്സുകളുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിസിക്കൽ ആൻഡ് മെൻ്റലി പ്രിപ്പറേഷൻ വേണ്ട ഒരു സ്പോർട്സാണ് മോട്ടോർ സ്പോർട്സ്. അപ്പോൾ ആ മോട്ടോർ സ്പോർട്സിൽ ഇന്ത്യയിൽ ഹയസ്റ്റ് ആയിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പട്ടാമ്പിക്കാരനെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ പട്ടാമ്പി പോലത്തെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള മേഖലകൾക്ക് ആളുകൾ എത്തിപ്പെടുമ്പോൾ ഒരു അപ്രിസിയേഷൻ എല്ലാവരും ഭാഗത്തു നിന്ന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടെ. ഞാൻ എന്തായാലും നമ്മൾ ആ പട്ടാമ്പിക്കാരെ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തും.